ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവസ്ഥാനത്തിൽ ഇങ്ങനെ കടന്നു വരുവാനായിട്ട് കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. നമ്മൾ എബ്രായ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വി ആർ ആക്ച്വലി സ്റ്റഡിയിങ് ദി ബുക്ക് ഓഫ് ഹീബ്രൂസ്. വി ആർ ഇൻ ചാപ്റ്റർ 12. We just spent a couple of weeks actually talking about the first two verses. അതിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് വാക്യങ്ങളാണ് നമ്മൾ ചിന്തയ്ക്കായിട്ട് ഒക്കെ എടുത്തത്. ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മൂന്നാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ച് കൊള്ളുവിൻ. നമ്മൾ ആ ഭാഗത്ത് ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു there are 4 imperatives. അതായത് ഈ യാത്രയില് പ്രത്യേകിച്ച് ഈ എബ്രായ വിശ്വാസികളോട് 4 പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം എന്ന് ഈ എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുകയാണ്. നമ്മളതിൽ 2-3 കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞതായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. The first one is to divest. ഒന്നാം വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. Therefore, since we are so great a cloud surrounded by such a cloud of witness, let us also lay aside every encumbrance and the sin which so easily entangles. ആദ്യം പറയാണ്, നമ്മൾ ചിലതിനെ നീക്കേണ്ടതായിട്ടുണ്ട്, ചില കാര്യങ്ങളെ നമ്മൾ നീക്കേണ്ടതായിട്ടുണ്ട്. അതില് 2 കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒന്ന്, ഡൈവസ്റ്റ് സിൻ. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ നമ്മൾ നീക്കിക്കളയണം. ഓക്കെ, ഇത് ഈ ഓട്ടത്തിന്റെ ഭാഗമാണ്. ഓട്ടത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപത്തെ മാറ്റിക്കളയുക. അടുത്ത് പറയുന്നു ഡൈവസ്റ്റ് ഹിൻഡ്രൻസസ്. നമുക്കൊത്തിരി തടസ്സങ്ങളുണ്ട്, തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ യാത്രയിൽ. ഓക്കെ, സകല ഭാരം. ഓക്കെ, സോ നമ്മുടെ ഈ ഓട്ടം നമുക്ക് ഓടാനായിട്ട് കഴിയാത്തതിന് കാരണങ്ങളായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. So therefore, one is to get rid of sin, the other one is get rid of hindrances, അല്ലെങ്കിൽ weights, ഭാരങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. Alright, so that is the divesting part of it. രണ്ടാമത്തെ കൽപ്പന എന്ന രീതിയിൽ പറയുന്നത് റൺ, നിങ്ങൾ ഓടണം. This is ഒന്നാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് ഹാഫിൽ കാണുന്നുണ്ട്. Says that run the course എന്ന് പറഞ്ഞാൽ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടുക. റൺ ദ കോഴ്സ്. നമ്മൾ അതേപ്പറ്റിയൊക്കെ ചിന്തിച്ചു. വി സെഡ് ഗാഡ് ഹാസ് എ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ എവറി ബിലീവർ. ഓരോരുത്തരെ കുറിച്ച് ദൈവം പ്രത്യേകമായിട്ടുണ്ടാക്കിയിരിക്കുന്ന കോഴ്സ് മാപ്ഡ് ഔട്ട് ഫോർ us, നമുക്ക് വേണ്ടി തമ്പുരാൻ വരച്ചിട്ടിരിക്കുന്ന ആ ഓട്ടം. സോ റൺ ദ കോഴ്സ്. അവിടെ ഓടുന്നതിന് കീഴിൽ അടുത്ത മറ്റൊരു കാര്യം, റൺ വിത്ത് പെർസ്യൂറൻസ്. സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞാൽ കുറെ ഓടിയേറ്റ് ക്ഷീണിച്ചിരിക്കുക അല്ല, ബട്ട് റൺ വിത്ത് പെർസ്യൂറൻസ്. ഒരു സ്റ്റെഡ്ഫാസ്റ്റ്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സോ ഒന്ന്, ഡൈവസ്റ്റ്. ചിലത് നമ്മൾ ഉരിച്ചു കളയണം, മാറ്റിക്കളയണം. ഓക്കെ, മാറ്റിക്കളയാൻ പറയുന്നത് മുറുകെ പറ്റുന്നതും പിന്നെ ഭാരവും പാപവും. റൺ ദ കോഴ്സ്. അടുത്തത് റൺ വിത്ത് പെർസ്യൂറൻസ്, സ്ഥിരതയോടെ ഓടുക, വരച്ചിട്ടിരിക്കുന്ന ഓട്ടം ഓടുക. മൂന്നാമത് ഇവിടെ കാണുന്നത് ഫോക്കസ്. നമ്മൾ ചിലത് ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിലേക്കാണ് അവിടെ പറഞ്ഞു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുന്നു. സോ അതിനകത്ത് ആദ്യം പറയുന്നു ഫോക്കസ് ഓൺ ജീസസ്, യേശു ക്രിസ്തുവിനെ നോക്കുക. യേശു ക്രിസ്തുവിനെ അവിടെ പറഞ്ഞിരിക്കുന്നത് looking unto Jesus, the founder and the perfecter of our faith. നമ്മുടെ വിശ്വാസത്തിന്റെ ഫൗണ്ടറും വിശ്വാസത്തിന്റെ നായകനും വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നവനുമാണ്, പൂർത്തീകരിക്കുന്നവനുമാണ് എന്ന് നമ്മൾ കണ്ടു. So he is the pioneer or he is the architect, he is the founder എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാൻ കഴിയും. So looking unto Jesus. Okay,
So look at Jesus as a person. Look at Jesus as an example. Look at the humanity of Jesus. യേശു ക്രിസ്തുവിന്റെ മനുഷ്യനായ യേശുവിനെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത പറഞ്ഞിരിക്കുന്നത് looking at the attitude of Jesus. യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തെ നമ്മൾ നോക്കണം. Okay, അവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ യേശുവിന്റെ സ്വഭാവം. Who for the joy that was set before him endured the cross, despising the shame. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. അപ്പൊ പ്രത്യേകമായിട്ടവിടെ പറയുക, ഫോക്കസ് ഓൺ ജീസസ് ആറ്റിറ്റ്യൂഡ്. യേശു ക്രിസ്തുവിന്റെ ആ ഭാവം നമ്മളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ പറയുക. നാലാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വാക്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൺസിഡർ. മൂന്നാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. സോ കൺസിഡർ അല്ലെങ്കിൽ മെഡിറ്റേറ്റ്, സോ വളരെ വ്യക്തമായിട്ട് പറയാണ് നമ്മൾ സ്പെൻഡ് ടൈം ലുക്കിംഗ് അറ്റ് ഹിം. For consider him who has endured such hostility by sinners against himself, so that you will not grow weary or lose heart. അപ്പം ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം നമ്മളോട് പറയുകയാണ്, ഇനിയും മുമ്പോട്ട് പോകുന്ന മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ യാതനകളും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ വാസ്തവത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മളോട് പറയാണ്, യേശു ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിക്ക്, കൺസിഡർ ഹിം. യേശു ക്രിസ്തു കഷ്ടങ്ങൾ സഹിച്ച സമയത്ത് താനത് സഹിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എനിക്കൊന്ന് നമ്മൾ ആ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് ഫിനിഷപ്പ് ആക്കി അവിടെ നിർത്തിയത്. So I'll just simply go through that. ഒന്ന്, we must divest ourselves of all hindrances and sin. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാം ഉണ്ടെങ്കിൽ, ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, കണ്ണ് നിനക്ക് തടസ്സമാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്തിരുന്നുകളാ, കൈ തടസ്സമാണെങ്കിൽ യു ചാപ്പ് ഇറ്റ് ഓഫ്. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഒരു റാഡിക്കൽ പെർജിങ് ഔട്ട് എന്നുള്ള രീതിയിലാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. നമ്മൾ എസ്പെഷ്യലി ഗോസ്പൽസ് നമ്മൾ കാണുന്നത് മാറ്റിക്കളക, വെട്ടിക്കളക, ഇല്ലാതാക്കി തീർക്കുക, എടുത്തു കളക എന്നൊക്കെയാണ്. We must run with patient perseverance the race that is marked out individually for each of us. നമുക്ക് ഓരോരുത്തരുടെയും പേരെഴുതി ടിക്കറ്റ് എഴുതി ദൈവം വെച്ചിരിക്കുന്ന ഓട്ടമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓടാം. സ്ഥിരതയോടെ ഓടാം, സാവധാനതയോടെ ഓടാം, സഹിഷ്ണുതയോടുകൂടി നമുക്ക് ഓടാം. മൂന്നാമത് നമ്മളോട് പറഞ്ഞു, we must focus on Jesus, the founder and the perfecter of faith. All right. അവസാനം പറഞ്ഞു, we must consider him and how he lived in the midst of contradiction and follow his example. പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രതിസന്ധി നടുവിൽ നമ്മുടെ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾ സഹിച്ചു നിന്നോ അത് തന്നെ നമ്മളും ഫോളോ ചെയ്യണം. ഈ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും, അല്ലയോ? തൻ്റെ സ്വന്തം നാട്ടിലെ നസറേത്തിലെ സിനഗോഗിൽ, പള്ളിയിൽ വെച്ച് അവരവനെ കൊല്ലാൻ നോക്കി. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത്, വീട്ടിലെ പള്ളിയിലെ ആളുകൾ നമ്മുടെ ടെറിട്ടറി മാറി ദൂരെ എങ്ങാനുമാണ് പിന്നെ ഉണ്ട്, ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് ടൗൺ ഒക്കെ. എന്നാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ മനുഷ്യൻ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ടെറിബിൾ തിങ്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് റിലീജിയസ് ലീഡേഴ്സ്, അവിടെയുള്ള മത നേതാക്കന്മാര്, ഓക്കെ, they were constantly looking to trap him and embarrass him. അപ്പൊ യേശുക്രിസ്തുവിനെ നിരന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിക്കാനും അല്ലെങ്കിൽ തന്നെ എംബാരസ് ചെയ്യിപ്പിക്കാനും ലജ്ജിപ്പിക്കാനും ഒക്കെയുള്ള പരിപാടികൾ നിരന്തരം മത നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നു. അവര് യേശുക്രിസ്തു they lied about Jesus. അവർ പറഞ്ഞു he was a drunkard, they said he was a glutton, അവനൊരു മദ്യപാനിയാണ്, അവനൊരു പെരുവയറിനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ തുടങ്ങി.
Then you see he was betrayed by one of his own disciples. തന്നെ ഒറ്റിക്കൊടുത്തത് മറ്റാരുമല്ല, തൻ്റെ കൂടെ കൊണ്ടു നടന്ന ഒരാള് തന്നെ എന്ത് ചെയ്തു? ഒറ്റിക്കൊടുക്കുന്നു. He was mocked and beaten by many. ധാരാളം ആളുകൾ, പുരുഷാരും ഒത്തിരി പേര് വന്ന് തന്നെ മുഷ്ടിയുരുട്ടി ഇടിക്കുകയും വളരെയധികം തന്നെ ഉപദ്രവിക്കുകയും ചെയ്തു. തൻ്റെ സ്വന്തം ആളുകൾ ആണ് വിളിച്ചു പറഞ്ഞത്, ക്രൂസിഫൈ ഹിം, അവനെ ക്രൂശിക്കാം, away with him, അവനെ ക്രൂശിക്കാം. യേശുക്രിസ്തു അനുഭവിച്ച ഈ കഷ്ടങ്ങള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുമായിട്ട് തട്ടി നോക്കി നടക്കുന്ന നന്നായിരിക്കും. ഈ സ്പർജൻ ഈ പെർട്ടിക്കുലർ പാസേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, if in the Sunday school a class seems unmanageable, എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചറായി നിങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പോയിരിക്കുമ്പോൾ ഇത് ഒരു തരത്തിൽ ഈ പിള്ളേരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, അതൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക്. അടുത്ത്, if the boys cannot be taught, അവിടെ ഇരിക്കുന്ന ഈ ആൺപിള്ളേരെ ഒരു തരത്തിലും പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒക്കുന്നില്ല. Okay, if the girls seem so giddy, പെൺപിള്ളേർ ഒരുമിച്ച് കൂടിയിരുന്ന് അവരെ ഒക്കെ പറഞ്ഞിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ്. If in the little village station the hearers seem so dull, so inattentive, so careless and so forgetful, അപ്പൊ നിങ്ങൾ പോയി പ്രസംഗിക്കുന്ന ആ കൊച്ചു വില്ലേജിൽ, കൊച്ചു ഗ്രാമത്തിലെ ആ കൊച്ചു പള്ളിയില് നിങ്ങളെ കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകള് അവരൊരു മന്ദബുദ്ധികൾ ഇരിക്കുന്ന പോലെ അവിടെ ഇരിക്കുകയാണ്. ഒരു ശ്രദ്ധയും നിങ്ങൾ പ്രസംഗിക്കുന്നതിന് അവർ കൊടുക്കുന്നില്ല. വളരെ കെയർലെസ് ആയിട്ട് പറയുന്ന ഒന്നും അവർ ഓർക്കുന്നുമില്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്താണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, if in any other sphere of labor you do not seem to be appreciated, എന്തെല്ലാം ചെയ്താലും യാതൊരു തരത്തിലുള്ള ഒരു അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് വെക്കുക. Okay, but to meet with very serious rebuffs, never mind, എന്ന് പറഞ്ഞാൽ ഓരോ തരത്തിലുള്ള പ്രയാസങ്ങള്, ഓരോ തരത്തിലുള്ള എതിർപ്പുകൾ എല്ലാ മേഖലയിലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കുറച്ച് പെർസിക്യൂഷന്റെ കാര്യങ്ങൾ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് പ്രാക്ടിക്കൽ ടേംസ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അവസാനത്തെ ലൈൻ ഇങ്ങനെയാണ്, these are nothing compared with the contradictions which the Savior endured, and yet sweared he never, and therefore swear not you. അപ്പം പറയാം, ഇത്രയും ഒക്കെ പ്രശ്നങ്ങള് താൻ നേടിയിട്ടും അനുഭവിച്ചിട്ടും തന്റെ പാത തെറ്റിപ്പോയില്ല, ട്രാക്ക് തെറ്റിപ്പോയില്ല. അങ്ങനെ തനിക്ക് അതെല്ലാം സഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളും ഇതിനകത്തുനിന്ന് പിന്മാറിപ്പോകരുത്, വഴിതെറ്റിപ്പോകരുത്, സ്റ്റേ ഓൺ ദ കോഴ്സ്. അതുകൊണ്ടാണ് പറഞ്ഞത് കൺസിഡർ ഹിം. ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ, വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പല സമയത്തും പല രീതിയിൽ നമുക്കെല്ലാം ഡിസ്കറേജ്മെന്റ് ജീവിതത്തിൽ ഉണ്ടാകാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലെസ്റ്റ് യു ബിക്കം വെറി ആൻഡ് ഡിസ്കറേജ് ഇൻ യുവർ സോൾസ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. ഓക്കെ, അതായത് കർത്താവ് സഹിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ഒന്നും സഹിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. അതാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. താൻ സഹിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഒന്നും, അധികമായിട്ടൊന്നും സഹിക്കുവാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. He's not asking. He knows exactly what we are going through. Okay, and he keeps us from becoming weary and discouraged in your soul. അപ്പൊ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്ത് പോകുവാൻ സാധ്യത ഉണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത്രയുള്ള വിഷയങ്ങളൊന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കത്തില്ല. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഹി ഈസ് ഓൾവേസ് വാച്ചിങ് us. അപ്പൊ നമ്മൾ കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ you feel comforted that the Lord has suffered all these things for us. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ചു. ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നമ്മൾ ഓർത്തുകൊള്ളണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നുണ്ട്,
You have not resisted to bloodshed, striving against sin. So പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. Okay, you have not resisted to the point of shedding blood in your striving against sin. അപ്പൊ ഇവിടെ ഇവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല. There's no reason for you to be just worrying so much. You have not reached the point where any of you have shed blood. നിങ്ങളിൽ ആരും എന്ത് ചെയ്തില്ല, രക്തം ചൊരിയേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ ആരും രക്തം ചൊരിയേണ്ട ഒരവസ്ഥയിൽ നിങ്ങൾ ആരും വന്നിട്ടില്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ലല്ലോ. പ്രാണത്യാഗത്തോളം നിങ്ങൾ ആരും ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. ഓക്കെ, സോ ഈ യഹൂദ ക്രിസ്ത്യാനികള് ഇതുവരെയായിട്ടും ഇങ്ങനെയുള്ളത് അനുഭവിച്ചിട്ടില്ല. They only started experiencing some significant social and economic persecution, though not yet shedding of the blood. അപ്പൊ ഇവര് വസ്തുക്കൾ നഷ്ടപ്പെടുകയോ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ ആളുകൾ കൂട്ടാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ ഒഴിച്ച് ഇവരുടെ ആരുടെയും രക്തം ചൊരിയേണ്ട ഒരു സ്ഥിതി ഇതുവരെയായിട്ട് ഇവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ ആരും ഇതുവരെ രക്തം ചൊരിയേണ്ട രീതിയിൽ ഉള്ള വിഷയമൊന്നും വന്നിട്ടില്ലല്ലോ. സോ പിടിച്ചു നിൽക്കേ, കർത്താവിനെ ഓർക്കാം. ഇനി ഈ 5-6 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5-6 വാക്യങ്ങൾ എന്ന് പറയുന്നത്, why God allows difficult times. Okay, why God allows difficult times. എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ വിഷമമേറിയ കാര്യങ്ങൾ വരുവാൻ ദൈവം അനുവദിക്കുന്നത് എന്നൊരു ചോദ്യം. ഓക്കെ, ഇതിന്റെ പേരാണ്, ഇത് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്, this is called the chastening of God. Chastening of God. ഓക്കെ, അതായത് കർത്താവ് നമുക്ക് നൽകുന്ന chastening, ബാലശിക്ഷ. ഓക്കെ, പണിഷ്മെന്റ് അല്ല, ബാലശിക്ഷ. ശ്രദ്ധിച്ചു നോക്കണം ഇവിടെ. എന്തിനാണ് ദൈവം ഇത് നൽകുന്നത്? What is the purpose, or why God allows difficult times? ചിലപ്പം ദൈവം അല്ലായിരിക്കും തരുന്നത്, ദൈവം ചിലപ്പോൾ ഇത് അനുവദിക്കുന്നതായിരിക്കാം. So why God allows these difficult times? Okay, so 5-6 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. Let me see. And you've forgotten the exhortation which is addressed to you as sons. My son, do not regard lightly the discipline of the Lord, nor faint when you are reproved by him. For those whom the Lord loves, he disciplines, and he scourges every son whom he receives. ശരി മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്ന് കളഞ്ഞുവോ? So he is actually giving us reasons why God allows difficult times. ഇത് എബ്രായ വിശ്വാസികളോട് സംസാരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോടും ഇന്ന് രാത്രിയിൽ ദൈവം സംസാരിക്കുക. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാം, ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, ബേസിക്കലി പറഞ്ഞിരിക്കുകയാണ്, you have forgotten. You have forgotten. Okay, മലയാളത്തിൽ നമുക്കറിയാം, പിന്നെ മലയാളത്തിൽ യു ഹാവ് ഫർഗോട്ടൻ പറഞ്ഞത് എവിടെയെന്ന് ശ്രദ്ധിച്ചു. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കും മുഷിക്കുകയും വരുത്, കർത്താവ് തൻ സ്നേഹിക്കുന്ന ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. അത് 6-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും അവസാനത്തെ വേർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ യു വിൽ സീ ഇറ്റ്സ് എ വെരി ബിഗിനിങ്. ആൻഡ് യു ഹാവ് ഫർഗോട്ടൻ, നിങ്ങൾ മറന്നു കളഞ്ഞു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? One great reason for discouragement among these Jewish Christians was because they saw no reason why God would allow difficult times to arise. അപ്പം they forgot the principles regarding chastening of the Lord.
അപ്പൊ കർത്താവ് ശിക്ഷിക്കുന്നതിന്റെ പുറകിൽ, ദൈവം നമുക്ക് ബാലശിക്ഷ, ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിന്റെ റീസൺ മറന്നുപോയി. ഇവിടാണ് ഒരു ഇഷ്യൂ. ഇവരോട് പറയാണ്, യു ഹാവ് ഫർഗോട്ടൻ. ഓക്കെ, നിങ്ങൾ ഇത്രയും ഡിസ്കറേജ് ആയി പോയതിന്റെ കാരണം, ഇവർ ഡിസ്കറേജ് ആയതുകൊണ്ടല്ലേ ഇവർ ഇവിടുന്ന് പോകാൻ നോക്കുന്നത്. ദേ ആർ ട്രൈങ് ടു റൺ അവേ ബിക്കോസ് ദേ ആർ ഡിസ്കറേജ്. അപ്പൊ ഇവരോട് പറയാണ്, ദ റീസൺ വൈ യു ആർ ഡിസ്കറേജ് ഈസ് ബിക്കോസ് you don't understand, or you see no reason why God would allow difficult times to arise. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുവാൻ ദൈവം അനുവദിക്കുന്നതിന്റെ പുറകിലത്തെ കാരണം എന്താണെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഡിസ്കറേജ് ആയിരിക്കുന്നത്. That is very true. That is very true. ഈ നമ്മൾ സാധാരണയായിട്ട് ഇതൊരു ബേസിക്സ് ആ, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസിക്സ് ആണിത്. That you understand why God disciplines us. ഇത് നമുക്ക് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ട്രയൽസും സ്ട്രെസ്സും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് we forget some basics in life, which is true for me, which is true for everyone. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്ന ആളുകളാണ്. We forget the basics. Okay? Seriously wonder if God's still in control or if He still loves them. മനുഷ്യ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യം, is God still in control? ദൈവമാണോ ഇപ്പോഴും, അല്ല അതോ കൈവിട്ടു പോയോ? ഇതെല്ലാം കൈവിട്ടു പോയോ? ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എല്ലാം പോയി എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? Or do you think God is still in control? Or do you think that whether He loves you? സംശയം കയറിയച്ച് ഇപ്പൊ വന്നിരിക്കുക, എന്നോട് ദൈവത്തിന് എന്തെങ്കിലും സ്നേഹം ഇനിയും ബാക്കിയുണ്ടോ? Does He really love me? ദൈവത്തിന് എന്നോട് സ്നേഹം ആക്ച്വലി ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ അകത്തോടെ കയറി കറങ്ങുന്ന ചില ചോദ്യങ്ങളാണ് നമ്മുടെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത്. ഓക്കെ, നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, എന്താന്ന് ചോദിച്ചാൽ, we must all admit that God does allow everything that happens. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം ഒരു തരത്തിൽ അനുവദിച്ചിട്ടാണ്. ഓക്കെ, അത് maybe it's a hard bitter pill to swallow. നമുക്കത് അങ്ങോട്ട് വിഴുങ്ങാൻ, നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ, അംഗീകരിപ്പാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ആക്കണം, God does allow everything that happens. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന, അനുഭവിക്കുന്ന, സംഭവിക്കുന്ന സകല കാര്യങ്ങൾക്കും പുറകിൽ ദൈവത്തിന്റെ ഒരു അനുവാദം ഒരു തരത്തിൽ മറ്റൊരു തരത്തിലുണ്ട്. ഓക്കെ, so we must at least positively approve of it, because He certainly has the power to stop bad things that happens. So ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മോശമായിട്ടുള്ള, നമുക്ക് പ്രയോജനമില്ലാത്ത, നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന, ബാഡായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നിർത്താനുള്ള ശക്തി, കഴിവ്, അധികാരം ദൈവത്തിന് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയത്ത് നമ്മൾ കാര്യം, സോ ദൈവം ഒരു പക്ഷെങ്കിൽ at least passively approve what is really going on in our lives. നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം വിളിച്ചു വരുത്തുന്നതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കത്തില്ലായിരിക്കാം, ചിലപ്പം സംഭവിക്കുന്നത് ദൈവം അനുവദിക്കുന്നതായിരിക്കാം. ഇതെല്ലാം ദൈവത്തിന്റെ അറിവിന്റെ വെളിയിലല്ല. നിങ്ങളെന്നെ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. I'm trying to say that you are not outside the scope, outside the understanding of God. God knows what is happening at this very moment. Okay? But remember, God can never be the author of evil. ദൈവത്തിന് ഒരിക്കലും ഈ ദുഷ്ടതയുടെ ഉപജ്ഞാതാവല്ല ദൈവം. അതുകൊണ്ട് അവൻ ദോഷങ്ങളാൽ എന്ത് ചെയ്യുന്നില്ല, അവൻ പരീക്ഷിക്കുന്നില്ല. സോ ദോഷങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഒരാളല്ല ദൈവം. But He does allow others to choose evil. He does allow others to choose evil, and He can use the evil choice of another
makes to work out his ultimately good purpose, even if only to demonstrate his justice, righteousness in contrast to evil. എന്ന് പറഞ്ഞാൽ ഇപ്പം യോസഫിന്റെ ജീവിതം എടുത്തു നോക്കൂ. യോസഫിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ചു. ഞാൻ പലപ്പോഴും വണ്ടർ ചെയ്തിട്ടുണ്ട്, ഈ പൊത്തിഫറിന്റെ ഭാര്യ ഇത്രയും ഭയങ്കര ഒരു കള്ളം, she was lying big time lie. And that is a moral issue. Okay, she was saying he was engaging in immorality. She was trying to molest her, attack her. But still, who is the author of it? Not God. That's the devil's work. നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. മനുഷ്യന്റെ sometimes there are evil choices that another person makes, not God. Another person makes. Sometimes God allows it to work for his ultimate purpose. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ആ വീട്ടിൽ ചെല്ലാനും അവിടെ നടന്ന ഒരു സംഭവം കൊണ്ടാണ്, ബിക്കോസ് ഈ പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ഇത് സംഭവിച്ചതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഡഞ്ചനിൽ വന്ന് ഈ പ്രസനിൽ താൻ വരാൻ കാര്യം, അവിടെ വെച്ച് ഈ ആളുകളെ പരിചയപ്പെടാൻ കാര്യം. there are so many things God is doing behind the scene. Don't look at this one individual thing. അവിടെ നടന്ന ഒരു കൊച്ചു സംഭവം മാത്രം, ആ പീസ് മാത്രം നമ്മളിങ്ങനെ എടുത്തേച്ച് why this God, why this happens എന്ന് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. God is working, God is behind and you don't see. നമുക്ക് പലപ്പോഴും അതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ കരങ്ങൾ കാണാൻ നമുക്ക് കഴിയത്തില്ല. എന്നാൽ അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ജസ്റ്റിസും റൈച്ചസ്നെസ്സും, ഇത് ന്യായവും നീതിയും എല്ലാം ഈ ദുഷ്ടതയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ കൃത്യമായിട്ട് വെളിപ്പെട്ട് വരുന്ന ഒരു സമയമുണ്ട്. So we need to really understand God is not the author of evil, but he does allow others, analla mattulla aalugal, he allows them to choose evil, and he can use the evil choice of others. മറ്റുള്ളവർ എടുക്കുന്ന ദോഷകരമായ പരിപാടികൾ പോലും ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പദ്ധതിക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ ദൈവം ചിലപ്പം അനുവദിച്ചെന്ന് വരാം. This is something that we need to really understand. അപ്പൊ ഇവിടെ ഇവരോട് സംസാരിച്ചു പറയുകയാണ്, you have forgotten. നിങ്ങളിത് മറന്നുപോയി. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ഒത്തിരി സംശയങ്ങളുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു മക്കൾ എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന ഒരു പ്രബോധനം. Okay, listen, it says here, you have forgotten the exhortation which is addressed to you as sons. Okay, മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞോ? Okay, ആ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് നമുക്കറിയാം, സദൃശ്യവാക്യം 3-ാമത്തെ അധ്യായത്തിൽ നിന്ന്. This is from Proverbs chapter 3 verses 11 and 12. Okay, അവിടെ നമ്മളോട് റിമൈൻഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. God's chastening should never be taken as a sign of rejection. It is rather a sign of his treating us as his children. അപ്പം ദൈവത്തിന്റെ ഈ ബാലശിക്ഷ, ദൈവത്തിന്റെ ഈ ഡിസിപ്ലിൻ, ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു, എന്നെ മറന്നു കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു അടയാളം അല്ല. Rather, it is a sign of his treating us as his children. തന്നെ മക്കളെ എങ്ങനെ ഒരു അപ്പൻ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തിയെടുക്കുന്നുവോ അതുപോലെ വളർത്തിയെടുക്കുന്ന എന്നെ മകനായി കൺസിഡർ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ഈ കടന്നു പോകുന്ന ബാലശിക്ഷ. ഇത് നിങ്ങൾ മറന്നു കളഞ്ഞു എന്നാണ് ഈ എബ്രായ ലേഖനകർത്താവ് ഇവരോട് പറയുന്നത്. അടുത്ത നമ്മൾ വായിക്കുന്നു, ഡു നോട്ട് ഡിസ്പൈസ് chastening of Lord. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. My son, do not
regard lightly the discipline of the Lord. Okay? When chastening comes, it is an offense to God when we despise it. ശ്രദ്ധിച്ചോണം. ബാലശിക്ഷ കർത്താവ് നൽകുമ്പോൾ ബാലശിക്ഷ നമ്മൾ നിരസിച്ചാൽ ദൈവത്തിന് അതൊരു ദൈവം ഒഫൻഡഡ് ആകും. അതാണ് പറയുന്നത്. മകനെ, കർത്താവിന്റെ ശിക്ഷ നീ എന്ത് ചെയ്ത് നിരസിക്കരുത്. വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് ഈസ്. അവൻ ശാസിക്കുമ്പോൾ നീ മുഷിയരുത്. നീ മുഷിയുമ്പോൾ, when you get upset at God, the Lord is offended by it. Chastening is his loving tool of correction, and we should receive it gratefully. കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സ്നേഹത്തിന്റെ ഒരു വടിയാണ്, സ്നേഹത്തിന്റെ ഒരു ഉപകരണമാണ്, കറക്ഷന്റെ ഒരു ഉപകരണമാണ് chastening അല്ലെങ്കിൽ ബാലശിക്ഷ എന്ന് പറയുന്നത്. സ്നേഹമുള്ള ഒരു പിതാവ് മകനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊച്ചൊരു ഉപകരണമാണ്. അത് നമ്മൾ നിരസിക്കരുത്. നിരസിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? ഹി വിൽ ബി ഒഫൻഡഡ്. അതാണ് ഇവരോട് പറയുന്നത്. This is the training. We need to run the race. We must run with endurance. അപ്പം ഈ ഓട്ടം ഓടണമെന്നുണ്ടെങ്കിൽ, ഈ ഓട്ടത്തിൽ നിങ്ങൾ സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് ഓടി മുമ്പോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ we must run with endurance. അപ്പൊ നമുക്കൊരു എൻഡ്യൂറൻസ് ഉണ്ടാകണം. ഈ എൻഡ്യൂറൻസ് ഉണ്ടാകാൻ വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന ജീവിതത്തിലെ കൊച്ചു കൊച്ചു ട്രെയിനിങ് സ്റ്റെപ്പുകളാണ് ഞാനും നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയങ്ങൾ. കയ്പുണ്ടായിട്ട്, കോപിച്ചിട്ട് നിരസിക്കുകയോ റിജക്റ്റ് ചെയ്യുകയോ എന്നുള്ളതിന്റെ അടയാളമായിട്ട് അതിനെ എടുക്കരുത്. എന്നെ ശക്തനാക്കി ഈ ഓട്ടത്തിൽ ഞാൻ തളർന്നു പോകാതെ മുൻപോട്ട് ഓടിത്തീർക്കുവാൻ അവൻ എൻ്റെ കാലുകളെ കലമാൻ പേടയ്ക്ക് തുല്യമാക്കി എന്നെ തീർക്കുന്ന ജീവിതത്തിന്റെ അവസരങ്ങളാണ് ഇത് എന്നോർത്ത് ആ ശിക്ഷയെ, ആ ട്രെയിനിങ്ങിനെ നീ സന്തോഷത്തോടെ സ്വീകരിക്കണം. This is what the author is trying to tell them. Let's run with perseverance the race that is marked out for us. അപ്പൊ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ മുറുകെ പറ്റുന്ന ചിലതിനെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭാരമായിരിക്കും ചിലതിനെയൊക്കെ തമ്പുരാൻ പറിക്കുന്ന പ്രോസസ് ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ. ദാറ്റ് ഈസ് റിയലി ട്രൂ. ഒരുപക്ഷെങ്കിൽ അത് സംഭവിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഷോക്ക് തന്ന് കർത്താവ് തന്റെ അരികിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. That's when we turn to him. That's a reminder, oh, I need to get back to God. I need to get serious about my life. എൻ്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് ഗൗരവമായി എടുത്തേ ഒക്കത്തുള്ളൂ. God is watching my life. അപ്പൊ ദൈവം മുറുകെ പറ്റുന്ന ചിലതിനെയൊക്കെ പറിക്കും. God purges ruthlessly. He purges things out. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ നോവിക്കും കർത്താവ്, ചിലപ്പോൾ അതിനെ പിടിച്ചു പറിക്കും. നമ്മുടെ അഴുക്കിനെ തമ്പുരാൻ എന്ത് ചെയ്യും? ഞെക്കി കഴുകും എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. We make sure that the pus is completely gone. So therefore you press it so hard. Sometimes you bleed. ചിലപ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്തെന്നിരിക്കും. But the Lord his intention is your healing. നമ്മൾ ഒന്ന് ഹീൽ ചെയ്യുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ഓക്കെ? അപ്പം ഈ ചിലപ്പം ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിച്ചാണ് വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. നമ്മളിപ്പോ ഒരു ജിമ്മിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു 30 പൗണ്ടിന്റെ 50 പൗണ്ടിന്റെ വെയിറ്റ് എടുക്കാൻ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നിങ്ങളൊന്ന് പൊക്കിയെന്നൊക്കെ ഇരിക്കും, പക്ഷെ നടുവൊടിയാനും ഒക്കെ വളരെ എളുപ്പമാണ്. യു സ്റ്റാർട്ട് വിത്ത് സ്മോൾ വൺസ്. യെസ്, അതിന്റെ അപ്പുറം നിൽക്കുന്ന ആള് അയാളുടെ മസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കരമാണല്ലോ. നമ്മുടെ ഈ ഉടുപ്പ് പോലും താത്തിടാൻ നമുക്ക് നാണം കേട. കാര്യം ഇത് മസിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് താഴ്ത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പുറം നിൽക്കുന്ന ആളെയൊക്കെ നമ്മൾ കാണുകയാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കണം, അവൻ ആ ഷേപ്പിൽ എത്തിയത് എത്ര വർഷങ്ങൾ ഇതിനകത്ത് കിടന്ന് ഇരുമ്പിനോട് പിടിച്ച് വെയിറ്റ് എടുത്ത് കിടന്ന് അവൻ ഡിസിപ്ലിൻ ചെയ്ത് അനേക വർഷത്തെ പ്രോഡക്റ്റ് ആണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. ആ പരുവത്തിൽ ഇയാളായി തീരാൻ so much of discipline he had to go through. So much of discipline.
നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും ദൈവം ശക്തരാക്കി തീർക്കുവാൻ ദൈവം അനുവദിക്കുന്ന ഈ ജീവിതത്തിന്റെ വിഷയങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പം if we murmur at little, God gives us something that will make us cry. ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ ദൈവം അനുവദിക്കുന്ന ചെറിയ വിഷയത്തിന് മുൻപിൽ നമ്മൾ വെറുതെ കരയാൻ തുടങ്ങുകയാണെങ്കിൽ, we groan for nothing, and he will give us something that will make us groan. ചിലപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമുക്ക് കരയാൻ ചില വിഷയങ്ങളൊക്കെ തന്നൊക്കെ ഇരിക്കും. ഈ ചേസനിങ് എന്ന് പറയുന്നത്, ശിക്ഷിക്കുക എന്ന് പറയുന്നത്, should not be regarded as the only reason God allows difficult times. Okay? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടിന്റെ അവസരങ്ങൾ ജീവിതത്തിൽ അനുവദിക്കുന്നത് ഈ ബാലശിക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിക്കണ്ട. There are other times God allows. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വിഷയം വന്നാൽ ഉടനെ ദൈവം എന്നെ പിന്നെ ശിക്ഷിക്കുകയാണ്, ദൈവം എന്നെ I think God is trying to punish me എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായിരിക്കാം, but that may not be true all the time. Okay? ഈ 2 കൊരിന്തി 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, this is 2 Corinthians chapter 1, when you read from verse 3 through 7, അവിടെ വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, sometimes God allows difficult times so that we can at a later time comfort someone else in the same comfort God shows toward us in our crisis. നമ്മുടെ ക്രൈസിസിൽ നമ്മൾ അനുഭവിച്ച, നമ്മുടെ കഷ്ടത്തിൽ നമ്മൾ അനുഭവിച്ച ആ അനുഭവങ്ങൾ ദൈവം എന്ത് ചെയ്യാൻ പോകുന്നറിയോ? കുറെ കഴിയുമ്പോൾ കഷ്ടത്തിലാകുന്ന, അതേ സിമിലർ കഷ്ടത്തിലാകുന്ന ആളുകളുടെ ആശ്വാസത്തിനായിട്ട് ദൈവം അതിനെ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം അനുഭവിച്ചത് ഡിസിപ്ലിന്റെ ഭാഗമായിട്ടല്ലത്, അത് ദൈവം നിങ്ങളെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ്. I want you to be ready. So I'm going to allow you to go through this difficult time. When a resistance ഉണ്ടാകുമ്പോഴേ മസിൽ വരത്തുള്ളൂ. Always remember. നമ്മൾ വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡിയോടുള്ള റെസിസ്റ്റൻസ്, അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽസ് വർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമ്മുടെ കൈയുടെ മസിലുകൾ ശക്തമാകത്തില്ല. ഇതുപോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കർത്താവ് കൊണ്ടുവന്ന് നമ്മളെ ബലപ്പെടുത്തും. ഞാൻ ആ മലയാളത്തിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. 2 Corinthians chapter 1, 3 തൊട്ട്. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. 4, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന, ശ്രദ്ധിച്ചോണം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലും ഉള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾക്കുള്ള കഷ്ടത്തിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന എന്തിനാണെന്നറിയാമോ? കാര്യം, ഏത് തരത്തിലുള്ള കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകണം. We should be equipped to comfort those who are going through all forms of troubles. So we should be equipped. ആ എക്യുപ്മെന്റിന്റെ ഭാഗമാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ വിഷയം. So don't lose heart. Understand. Please do not forget the purpose. ഇതാണ് ഇവരോട് പറയുന്നത്. ഇത് ഞാനൊരു വേറൊരു ആംഗിളിൽ ഈ വിഷയത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത ശ്രദ്ധിച്ചോണം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങൾ ആശ്വാസവും പെരുകുന്നു. So troubles are mounting, but at the same time the comfort is also increasing. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും ആകുന്നു. If we are in trouble, it is for your consolation, it is for your comfort. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് നിങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ. Sometimes when you go through troubles and it brings us comfort. Okay, you see that difference there. നിങ്ങൾ സഹിക്കുന്നതിനാൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. നിങ്ങൾ
കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയുകയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. So it says that you understand that as you are partakers of the troubles, you also are becoming a partaker of comfort ministry. ഈ ആശ്വാസം കൊടുക്കുന്ന ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗവാക്കായി തീരുക. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നത്. നമ്മൾ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. Let's see, James. Okay, യാക്കോബിന്റെ 1-ാം അധ്യായത്തിൽ എൻ്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. Consider it all joy, my brethren, when you encounter various trials, knowing that the testing of your faith produces endurance, and let endurance have its perfect result, so that you may be perfect and complete, lacking in nothing. Okay, so അവിടെ പ്രത്യേകിച്ച് പറയാണ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. So knowing that the testing of your faith produces endurance. So God is more interested in you running the race, enduring the race, running the race with endurance. Run the race with endurance. ആ എൻഡ്യൂറൻസിന്റെ ഭാഗമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് the testing that the Lord permits you to go through. ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുവാൻ അനുവദിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ ഇവരോട് പ്രത്യേകിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുക, പാപത്തോട് പോരാടുന്ന കാര്യത്തിൽ ഒക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ അവിടെ വന്നിട്ടില്ല, കർത്താവിനെ നോക്കണം, ഇങ്ങനെ മടുപ്പ് തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ളവനെ, വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ഇനി പാപത്തോട് പോയി നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തിൽ എതിർത്ത് നിന്നിട്ടില്ല, മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിച്ചു. ഡു നോട്ട് ഫർഗെറ്റ്, ഡോണ്ട് ഫർഗെറ്റ്. നിങ്ങൾ മറന്നുപോയി. ഡിസ്കറേജ്മെന്റിന്റെ കാര്യം ദൈവം ഇത് അനുവദിക്കുന്നു, അതൊന്നും ഓർക്കണം. സോ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു കാര്യം, ദൈവം ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുവാൻ അനുവദിക്കുന്ന ജീവിതത്തിന്റെ വിഷയങ്ങളുണ്ട്, ജീവിതത്തിന്റെ ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പരീക്ഷകളുണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്. ചിലപ്പോൾ നഷ്ടമായിരിക്കാം, അപമാനമായിരിക്കാം, പല വിഷയങ്ങൾ കാണും. അതിൻ്റെ എല്ലാം പുറകിൽ അത് ചിലപ്പം ദൈവം അല്ലായിരിക്കും എൻ്റെ ഓത്തർ, മറ്റു വല്ലവരുമായിരിക്കും എൻ്റെ ഓത്തർ, അവരായിരിക്കും ഈ പ്രോഗ്രാമിനുമായിട്ട് വരുന്നത്. എന്നാൽ ദൈവം ചിലപ്പോൾ അത് ആ പ്രോഗ്രാമിലൂടെ നിങ്ങൾ പോകാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അനുവദിക്കുമായിരിക്കും. അതും ദൈവം എന്ത് ചെയ്യുന്നു, അൾട്ടിമേറ്റ്ലി എവറിഥിങ് വർക്ക്സ് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഹിം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കും. അത് നമുക്ക് സിദ്ധത ഉളവാക്കും, നമുക്ക് സ്ഥിരത ഉളവാക്കും, എൻഡ്യൂറൻസ് ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറും. അപ്പം ഈ 5-6 വാക്യങ്ങൾ നമ്മളോട് പറയുന്ന എബ്രായ ലേഖന കർത്താവ് പറയുന്ന വിഷയം എന്ന് പറയുന്നത്, God allows, why God allows difficult times. ദൈവം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്നതിന്റെ കാരണം എന്താണ്? ദൈവം ചിലപ്പോൾ അങ്ങനെ നമ്മളെ കടത്തിവിടും. അത് മറക്കരുത്. അത് മറന്നു പോയാലാണ് നിങ്ങൾ ക്ഷീണിച്ചു മടുത്തു ഡിസ്കറേജ്ഡ് ആയിത്തീരുന്നത്. ഇന്ന് രാത്രിയിൽ ഏതെല്ലാം രീതിയിലുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിന്യൂ ചെയ്യാനുള്ള ഒരു ഒരു സമയമായി തീരട്ടെ. ഗാഡ് എന്നെ റിജക്ട് ചെയ്ത് തള്ളിക്കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു അടയാളമല്ല ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ വിഷയങ്ങൾ. It means that God is still working on me. ദൈവം എന്നെ പണിതുകൊണ്ടിരിക്കുക. 7-8 വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കുക. 7-8 വാക്യങ്ങൾ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോടും പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ?
എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. Hey, it is for discipline that you endure. God deals with you as with sons. For what son is there whom his father does not discipline? But if you are without discipline, of which all have become partakers, then you are illegitimate children and not sons. അപ്പൊ ഇവിടെ മറ്റൊരു ആർഗ്യുമെന്റ് ഇവിടെ താൻ കൊണ്ടുവരികയാണ്. ഇവിടെ പറയുന്നു ഈ chastening is a sign of being a son of God or a child of God. അടുത്ത പറഞ്ഞിരിക്കുന്നത് ദൈവം ഇതുപോലെ നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുമ്പോൾ അതൊരു അടയാളമാണ് നിങ്ങളൊരു ദൈവവേദനാന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനോ മകളോ ആണോ എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ബാലശിക്ഷ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഓക്കെ, God deals with you as sons. Okay, this is a fundamental fact of believers' relationship with God, is that he is to his people as a loving good father to a son or a daughter. Okay, ഒരു മകനോടോ മകളോടോ ഒരു സ്നേഹവാനായ പിതാവ് എങ്ങനെ ബന്ധപ്പെടുന്നുവോ അതുപോലെയാണ് സ്വർഗത്തിലെ പിതാവ് നമ്മളോട് ഓരോരുത്തരോടും ബന്ധപ്പെടുന്നത്. So please understand that this is the kind of relationship. ചില ആളുകൾക്ക് ഇത് അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ സ്നേഹവാനായ ഒരു പിതാവിനെ അവർ അനുഭവിച്ചു കാണുന്നത്. Maybe they have never had a loving father. Maybe they never saw a father. Maybe they had a cruel father. അങ്ങനെ പലതരത്തിലുള്ള ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെയുള്ള ആളുകളെ നമുക്കറിയാം. Yet, even these people still can receive love of God the Father. എന്തെല്ലാം നമ്മുടെ അനുഭവമാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും ഈ ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ കഴിയും. God is a perfect Father. He gives us that intuition. ആ അവബോധം നമുക്ക് ദൈവം തരുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും സ്വർഗത്തിലെ പിതാവ് നല്ല പിതാവാണെന്നുള്ള ആ ചിന്ത നമ്മുടെ അകത്ത് പാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഓക്കെ, ഇവിടെ പറഞ്ഞു God deals with you as sons. അടുത്ത God deals with you as sons. God's correction is never to punish us or make us pay for our sins. നമ്മുടെ പാപത്തിന്റെ ഉള്ള ശിക്ഷ നിന്നെ കൊണ്ട് ഞാൻ കൊടുപ്പിച്ച് തീർക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല നമുക്കിവിടെ ഇപ്പോൾ വരേണ്ടത്. This was done once and for all at the cross. നമുക്ക് വേണ്ടി ആ ശിക്ഷയെല്ലാം കർത്താവ് കാൽവറിയിൽ ഏറ്റു. അത് നമ്മൾ ഓർക്കണം. His correction is motivated only by his love, not by his justice. He chastens us without anger. ഇവിടെ കർത്താവ് നമ്മളെ കോപത്തിൽ അല്ല ശിക്ഷിക്കുന്നത്. ഭയങ്കര കോപ ദൈവത്തിന്, ആ കോപത്തിലാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത്. നോ, ഹി ഈസ് ഡിസിപ്ലിനിങ് us. ആ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്തിനാ? ഇറ്റ്സ് ബിക്കോസ് ഹി ലവ്സ് us. നമ്മൾ ചില സമയത്ത് ഈ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഇറ്റ്സ് കോൾഡ് ടഫ് ലവ്. ടഫ് ലവ്. അതാ മക്കളോട് ചോദിച്ചാൽ അവർ ഓ ഷീ ഈസ് സോ റൂഡ്, ഷീ ഈസ് സോ tough. But they don't realize it's not out of anger, it's out of love. അത് സ്നേഹത്തിന്റെ ഒരു സ്പർശനമാണ്. ഓക്കെ, ഈ നമ്മൾ കർത്താവിന്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മുമ്പിൽ നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളെ ഒന്ന് ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുവരാനാണ് ദൈവത്തിന്റെ ഈ പദ്ധതി. So if you are without chastening, അപ്പൊ അടുത്ത ആർഗ്യുമെന്റ് തന്നോട് കൊണ്ടുവരുന്നു, ഇങ്ങനെ ബാലശിക്ഷ കൂടാതെയാണ് നിങ്ങൾ പോകുന്നത്
പോകുന്നതെങ്കിൽ നിങ്ങൾ മക്കളല്ല, നിങ്ങൾ കൗലിടയന്മാരാണ്. That means if you are not, you don't want to have discipline, you don't want to have chastening of the Lord, then you are not sons, you are illegitimate sons. Okay, you are illegitimate children and not sons. നിങ്ങൾ വെറും കൗലിടയന്മാരാണ്. നിങ്ങൾ ന്യായമായ ഒരു ബന്ധമുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരല്ല, ദൈവത്തിന് പിറക്കാത്ത ആളുകളാണ് നിങ്ങൾ. If there is no discipline. അപ്പൊ ആ കണക്ഷൻ ഇവിടെ ഇവരൊക്കെ കൊണ്ടുവരികയാണ്. So if anyone thinks they are beyond, they think I am beyond God's correction, okay, and I do not appreciate that it is a mark. Just keep this in mind. ഇപ്പം ഒരാള് പറയാണ്, I don't think I deserve, I don't think I want correction, എനിക്ക് ദൈവത്തിന്റെ ഡിസിപ്ലിൻ ബാലശിക്ഷയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആള് വാസ്തവത്തിൽ you are not appreciating the fact that you are a true son. നിങ്ങൾ എനിക്ക് ദൈവത്തിന്റെ ഒരു നല്ല പുത്രനായിരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. I don't want to be a son of God if I reject discipline of God and unknowingly associate themselves with illegitimate children of God. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയാത്ത പുറത്തുള്ള ജാതികളെ പോലെ നമ്മൾ ആക്ട് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന ഇല്ലെജിറ്റിമേറ്റാ, അവര് കൗലിടയന്മാരാ, ന്യായമായിട്ടുള്ള പുത്രന്മാരല്ല. അവരുടെ പല സ്വഭാവങ്ങളും അവരോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എപ്പോഴെന്നറിയോ? പ്രതിസന്ധി വരുമ്പോൾ എനിക്കത് വേണ്ട, ഐ ഡോണ്ട് നീഡ് ട്രബിൾ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ യു ആർ സെയിങ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സൺ ഓഫ് ഗോഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ചൈൽഡ് ഓഫ് ഗോഡ് എന്നാണ് നിങ്ങൾ പറയുന്നത്. Illegitimate and not sons. See, God shows his wrath when he ignores our sin. ശ്രദ്ധിച്ചോണം, നമ്മുടെ പാപങ്ങളെ ദൈവം ഇഗ്നോർ ചെയ്യുമ്പോൾ, അവഗണിക്കുമ്പോൾ, നോക്കാതിരിക്കുമ്പോൾ, allowing it to pass without correction, യാതൊരു ഡിസിപ്ലിനും ചെയ്യാതെ നമ്മളെ വെറുതെ ഇങ്ങനെ അഴിച്ച് ദൈവം അങ്ങ് വിടുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ലക്ഷണമാണ്. That shows the wrath of God. His inactivity is never due to ignorance or lack of initiative, as may be true with a human. ചിലപ്പോൾ നമ്മൾ ഈ മാനുഷികമായിട്ട് പിതാക്കന്മാര്, മനുഷ്യ പിതാക്കന്മാര് ചില സമയത്ത് അവർക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കാം, അവർക്കൊരു ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല, മുൻകൈ പലതിനും എടുക്കത്തില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഇനാക്ടിവിറ്റി, ദൈവം പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് ദൈവത്തിന് വിവരമില്ലാത്തത് കൊണ്ടോ ദൈവത്തിന് അതിന് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോഡ് ഈസ് ഷോയിങ് ഗ്രേസ് ടു അസ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഡിസിപ്ലിൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. കർത്താവേ, അടിക്കായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസംഗത്തിന്റെ ഇടയിൽ പാടിയ ആ പാട്ടിന്റെ ആ വരികള് ചിന്തിച്ചു. എന്നെ നിത്യതയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ വഴികൾക്കായിട്ട് സ്തോത്രം, താഴ്വരകൾക്കായി സ്തോത്രം, മുള്ളുകൾക്കായി സ്തോത്രം, കുരിശിനായി സ്തോത്രം. എന്നെ നല്ല ശിഷ്യനാക്കിടുന്നു. ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കായി സ്തോത്രം. കർത്താവേ, ഐ ആം യുവർ ചൈൽഡ്. നമുക്ക് പ്രതിസന്ധി കൂടെ പോകുമ്പോൾ നമുക്ക് നടത്തിയെല്ലാം റിപ്പൽ ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും, പിന്മാറി ചെതറിപ്പോകുന്നതിനെക്കാട്ടിലും, കർത്താവേ, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞോണം കേട്ടോ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു ഡു ഇറ്റ്. കർത്താവ്, എവിടെയെങ്കിലും വിഷയമുണ്ടോ കർത്താവ്, എവിടെയെങ്കിലും ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിലുണ്ടോ എന്നും നമ്മളെ ശോധന ചെയ്യാൻ നല്ല. ചിലപ്പോൾ ദൈവം ഇതൊക്കെ ചെയ്യുന്ന അതിനായിരിക്കും, നമ്മുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും. എന്നാൽ ശിക്ഷയായിരിക്കത്തില്ലായിരിക്കും അത്. ഇറ്റ് മേ ബി കോളിങ് യു ബാക്ക്. ചെറിയ ചൂണ്ടയായിരിക്കും അത്.
It's a hook, probably. I put a hook and bring you എന്ന് പറയുന്നുണ്ട് ചിലപ്പം. ചൂണ്ടയിട്ട് ഞാൻ കൊണ്ടുവരുമെന്ന് പറയും. Praise God. ഞങ്ങൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകമാണ് ഈ ദിവസങ്ങൾ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് he sold them. അതായിരിക്കും അവൻ അവരെ വിറ്റ് കളഞ്ഞു. അശൂർ രാജാവിന് കനാന്യ രാജാക്കന്മാർക്ക് 40 കൊല്ലം വിറ്റ് കളഞ്ഞു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ പർപ്പസ് എന്തുവാ? That you should look to him. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുവദിക്കും. So you lift up your eyes to the hills from where your help comes from. So we'll stop there. അപ്പം ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് ശക്തമായിട്ടൊന്ന് എടുക്കണം. ഞാൻ കടന്നു പോകുന്ന ഈ ശിക്ഷ, ബാലശിക്ഷ എന്നെ ഒരു ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു തെളിവിലേക്ക് എന്നെ കൊണ്ടുവരിക. I'm more assured that it's a loving God and his hand behind what I'm experiencing today. He is dealing with me as a son and a daughter. ഒരു മകനോടോ മകളോടോ ഇടപെടുന്നത് പോലെ എൻ്റെ കർത്താവ് എന്നോട് ഇടപെടുക. So chastening is a sign of being a child of God. ഞാനൊരു ദൈവത്തിന്റെ പൈതലാണ് എന്നുള്ള ഒരു വലിയൊരു ഉറപ്പാണ് ഇത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ദൈവം അനുവദിക്കുന്ന ചില ശിക്ഷകളും അനുഭവങ്ങളും ഒക്കെ എപ്പോഴും ഈ ചേസനിങ്ങിന്റെ ബാലശിക്ഷയുടെ ഭാഗമാവണമെന്നില്ല. ചിലപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ദൈവം നമ്മളെ ഒരു പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിട്ടേച്ച് തൻ്റെ ആശ്വാസം ദൈവം നമുക്ക് തരും. ആശ്വാസം അനുഭവിച്ച് കഴിയുമ്പോൾ നീ ശക്തനായിത്തീരും. നിനക്ക് എൻഡ്യൂറൻസ് ഉണ്ടാവും. എൻഡ്യൂറൻസ് ഉണ്ടായിട്ട് ഇനിയും മറ്റുള്ള ആളുകൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് അവരോട് മിനിസ്റ്റർ ചെയ്യുവാൻ, അവർക്കൊരു ആശ്വാസം കൊടുക്കുവാൻ ആണ് ദൈവം ഇപ്പോഴേ ഈ ആശ്വാസം നിന്റെ ഉള്ളിലേക്ക് കർത്താവ് നൽകുന്നത്. അതൊരിക്കലും മറക്കരുത്. ഇവരോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഡിസ്കറേജ്മെന്റിന്റെ കാര്യം, യു ഹാവ് ഫൊർഗോട്ടൻ വാട്ട് ഈസ് ഗോഡ്സ് ഒബ്ജക്റ്റീവ് ഇൻ സഫറിങ്, in allowing us to go through discipline, in chastening. മറ്റോ പണിഷ്മെന്റ് എന്നാ പറയുന്നത്. ദിസ് ഇസ് കോൾഡ് chastening, ബാലശിക്ഷ. ബാലശിക്ഷയിലൂടെ, ഡിസിപ്ലിനൂടെ നമ്മുടെ കർത്താവ് നമ്മളെ കടത്തിവിടുന്നതിന്റെ പുറകിൽ ദൈവത്തിന് ഭയങ്കര ഒരു ഉദ്ദേശമുണ്ട്. അത് ഒരിക്കൽ പോലും മറക്കരുത്. അത് മറക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ് നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ ബൈബിൾ സ്റ്റഡി നമ്മളെ ആക്ച്വലി റിമൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം, മൈ ഗോഡ് loves me. He is building me. He is making me what I ought to be. He is still working on me. He is still working on me. എന്നെ പണിതുകൊണ്ടിരിക്കുക, എന്നെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. I'm still in the anvil. I'm still on the wheel. ഞാൻ ഇപ്പോഴും ആ ചക്രത്തിൽ തന്നെയുണ്ട്. I'm not outside. I'm still on the wheel. ചിലപ്പം കൈ പ്രഷറിന്റെ മേൽ വരുന്നുണ്ട്, ചിലപ്പോൾ ഹാർഡായിട്ട് അവൻ പ്രസ് ചെയ്യും. But he is shaping me into what I ought to be. And he tells me I am his child. Don't forget that tonight. ഇന്ന് രാത്രിയിലെ ഒറ്റ സ്മോൾ ചിന്ത എന്ന് പറയുന്നത്, do not forget the fact, when God disciplines us, God has a purpose for you. ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓരോ ഡിസിപ്ലിനും ഓരോ ബാലശിക്ഷയും നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമുണ്ട്, യു ആർ മൈ ചൈൽഡ്. നീ എൻ്റെ പൈതല. കോപത്തിലല്ല അവൻ നമ്മളെ ശിക്ഷിക്കുന്നത്, കരുണയിൽ നമ്മളെ ശിക്ഷിക്കുക, നമ്മളെ മെനതെടുത്തുകൊണ്ടിരിക്കുക. നമുക്ക് ദൈവം ആശ്വാസം നൽകിയ നമ്മുടെ കഷ്ടതയിൽ കാര്യം ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മളൊരു ആശ്വാസമായി തീരേണ്ടതിന് വേണ്ടി. So God is working something good in you. So he is the potter, you are the clay. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.